മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട സംഗീതജ്ഞരും എഴുത്തുകാരനുമാണ് വേടൻ. പ്രായഭേദമന്യേ വേടനെ ഇന്ന് മലയാളികൾ ഏറ്റെടുത്തു കഴിഞ്ഞു. ഒട്ടനവധി ആരാധകരാണെന്ന് അദ്ദേഹത്തിനുള്ളത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി വേടന്റെ ചില അഭിമുഖങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വിമർശനത്തിന് കാരണമായിട്ടുണ്ട്. പ്രത്യേകിച്ചും റിപ്പോർട്ടർ ടിവിക്ക് നൽകിയ അഭിമുഖത്തിൽ ദളിതരുടെ ജയിൽ പഠിക്കാനുള്ള DNA ഇല്ല എന്നാണ് വേടൻ പറയുന്നത്. അതുകൊണ്ടാണ് പഠിക്കാൻ പറ്റാത്തത് എന്നും കൂടെ അദ്ദേഹം കൂട്ടിച്ചേർത്തു. പക്ഷേ ഇതിനെയൊക്കെ വിമർശിച്ചുകൊണ്ട് നിരവധി പേർ കമന്റ് ബോക്സിലൂടെയും മറ്റും എത്തുകയാണ്. ഇപ്പോൾ ഇത് അഖിൽ മാരാറടക്കം രംഗത്ത് വരികയാണ് എന്നും കൂടെ കൂട്ടിച്ചേർക്കാം. ദളിതരുടെ ജയിൽ പഠിക്കാനുള്ള DNA ഇല്ല എന്ന് വേടൻ പറഞ്ഞപ്പോൾ ഇളിച്ചുകൊണ്ട് കേട്ടിരുന്ന പ്രൊഫസർ പുരോഗമനകുമാർ ഒരക്ഷരം പോലും പറയാതെ ഇളിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ നിന്നും സിവിൽ സർവീസ് നേടിയെടുത്ത കുട്ടികളുടെ ജീൻ അല്ലെങ്കിൽ KR നാരായൺ സാർ ഉൾപ്പെടെ രാജ്യതലവന്മാരായ മഹാന്മാരുടെയൊക്കെ DNA ദളിതരുടേതല്ല എന്നാണ് വേടൻ പറയുന്നത്. നന്നായി പഠിക്കാനും പഠിപ്പിക്കാനും കഴിയുന്ന ഏതൊരാൾക്കും ബ്രാഹ്മണ ഗുണമാണ്. പോരാട്ട വീര്യവും ധീരതയും നാടിനെ നയിക്കാനുള്ള ശേഷിയും ഒരുവനെ ക്ഷത്രിയനാക്കുന്നു എന്നും, എന്നാൽ താന്നജാതിയിൽ പിറന്നവന് ബുദ്ധിയില്ല പഠിക്കാൻ എന്ന രീതിയിലാണ് വേടൻ സംസാരിച്ചത്. ഇത് പലരെയും വിമർശിച്ചുകൊണ്ടായിരുന്നു എന്നും കൂടെ കൂട്ടിച്ചേർക്കാം. ഇന്ന് എത്രയോ പേർ ദളിത് കുടുംബത്തിൽ നിന്നും തന്നെ വലിയ വലിയ ഉയരങ്ങളിലേക്ക് എത്തുന്നു. പണ്ടത്തെ കാലത്തെ സമൂഹത്ത് ഇതൊക്കെ തന്നെയും ഒരു സമയത്ത് നിലനിന്നിരുന്നു. ദളിതരെ അടിച്ചമർത്തിയ ഒരു സമൂഹം പണ്ടത്തെ കാലത്തുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയൊന്നുമില്ല എന്നും കൂടെ കൂട്ടിച്ചേർക്കാം. ദളിത് കുടുംബത്തിൽ ജനിച്ച് ഇന്ന് വലിയ വലിയ നിലകളിലെത്തിയ ഒരുപാട് വ്യക്തികളുണ്ട്. പോലീസായിട്ടും പട്ടാളമായിട്ടും ഡോക്ടറായിട്ടും ഒക്കെ തന്നെയും അങ്ങനെ ഒരുപാട് പേരുണ്ട് എന്നും കൂടെ പറഞ്ഞേ മതിയാകൂ. അതുകൊണ്ട് തന്നെ വേടൻ പറയുന്നത് അടിസ്ഥാനരഹിതമാണ് എന്നാണ് ആരാധകരിൽ പലരും പറയുന്നത്. അഖിൽ മാരാറിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഏത് ജാതിയിൽ ജനിച്ചാലും കഴിവുള്ളവർ രക്ഷപ്പെടും എന്നാണ് അഖിൽ മാരാർ പറയുന്നത്. അഖിൽ മാരാറുടെ വാക്കുകൾ കേട്ട് ആരാധകരെല്ലാവരും യോജിച്ചു വരികയാണ്.